करीब आए तेरी रॉक करते हैं हम जिंदगी का हर पल हसल कर हम रात भर हम चलने को तैयार है दिल से करेंगे सपनों को पार है रोके ना कोई हम हैं अनस्टॉपेबल कदम है हमारे जहाँ तक जाए शोर है रास्ते खड़े हैं हमारे तो हमने सितारे दिखाए सबको अपनी राह दिल से हसल रात भर ना रुकना ये अपना जोश है दिल से हसल हर बीट पे ठुमके हर कदम में रोशनी है लाइट्स की रोशनी में हम शाइन करते हैं स्टेप बाय स्टेप चांद की हमसे सीखते हैं खतरा है लेकिन हम कहाँ रुकते हैं खुद पे यकीन अपने जोश को छोड़ते हैं रोके ना कोई हम हैं अनस्टॉपेबल कदम है हमारे जहाँ तक जाए शोर है रास्ते खड़े हैं हमारे आंखों में सितारे दिखाए सबको अपनी राह दिल से हसल रात भर ना रुकना ये अपना जोश है दिल से हसल हर बीट पे ठुमके हर कदम में रोशनी है जब भी घूमेंगे साथ चलेगा ये बीट हो रात भर सबकी नजर हम पर रहेगी जिंदगी का ये फॉर्मूला हमने ही लिखा आज तो सबको देखना हमारी जीत का सखा दिल से हसल रात भर ना रुकना ये अपना जोश है दिल से हसल हर बीट पे ठुमके हर कदम में रोशनी है जब भी घूमेंगे साथ चलेगा ये बीट हो रात भर सबकी नजर हम पर रहेगी जिंदगी का ये फॉर्मूला हमने ही लिखा आज तो सबको देखना हमारी जीत का सखा दिल से हसल रात भर ना रुकना ये अपना जोश है दिल से हसल हर बीट पे ठुमके हर कदम में रोशनी है हसल दिल से हसल Pack my bags, hit the road, time to go. Chasing sunsets, letting all my worries flow. From the mountains to the sea, I'm living free. Every new place feels like home to me. Wheels rolling, sun rising, I'm vibing right. Horizon calls, gonna chase that light. New faces, new spaces, every single day. Got the world at my feet, and I'm here to stay. Travel vibes, we're cruising the world. Adventures calling, it's time to unfurl. Good vibes only, let the journey begin. Every road I take, I'm living to win. From the city streets to the quiet ചിലപ്പോൾ കിട്ടാതെ പോകും കേട്ടോ അതാണ് കഴിഞ്ഞ പടത്ത് കിട്ടിയില്ല താമസിച്ചു Namaste and a warm good morning everyone. So now we have Korean and Mr. Tanzir Salam. So kindly come forward.
you so much. And humbly requesting Sri Joni Antony and Sri. And now requesting a very beautifully linguistic concert will be happening. Oh, and let us all show a love and appreciation for this great video. തീർച്ചയായിട്ടും തന്നെ ഇത് സ്നേഹത്തോടുകൂടി തന്നെയുള്ള ഒരു തുടക്കമാണ്. And that will definitely brings much more happiness. And now humbly requesting ആയിട്ട് പള്ളിച്ചട്ടമ്പി എന്നുള്ള ഒരു ചിത്രം നമ്മളുടെ മീഡിയയിലും അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലുമുണ്ട്, അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പള്ളിച്ചട്ടമ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ, നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കണ്ടയ്ക്ക് നിൽക്കുന്ന ടോവി, അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡ് ഫിലിംസിന്റെ സൈഡിൽ നിന്ന് നൗഫലും ബ്രിജേഷിനും എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ they wanted this to be their first production number 1. അപ്പോൾ അത് ഞങ്ങളെ കൂടെ കൂട്ടിയതിന് നൗഫലിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതൽ പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ടോവി, താങ്ക് യു മാം, താങ്ക്സ് അറിയാം. ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് 19-ാം തീയതി അതിന്റെ തുടക്കം എന്നാണ് ഫസ്റ്റ് ഇയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളിച്ചട്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ചെയ്ത മുന്നത്തെ 3 സിനിമയുടെ എഴുത്തുകാരൻ ഇവിടെയുണ്ട്, ഷാരിസ് ഇവിടെയുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഇവിടെയുണ്ട്, എനിക്കറിയാവുന്നവരെല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററിലൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. സുരേഷ് ഏട്ടാ, ഒരുപാട് താങ്ക് യു. അങ്ങനെ പള്ളിച്ചട്ടമ്പിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ്, അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമുണ്ട്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അത് ഞങ്ങൾ സിനിമയാക്കുകയാണ്. ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ ഒരു തുടക്കം മാത്രമാണ് പൂജ. ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെറ്റ് വർക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ അടുത്ത അപ്ഡേറ്റ്സ് തുടർന്നുണ്ടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മുന്നിലേക്ക് കയറുമോ? ഓക്കെ. 2018-ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ ആൻഡി ഓസ്കർ ഗോസ്റ്റു എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോഴാണ് ഡിജോ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടായിരിക്കും. ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല, അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോയുടെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ടിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ഏട്ടനും ടിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നാരേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും
വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ഒരു കലക്ടർ സിനിമയ്ക്ക് പറ്റിയ സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു, ഞാൻ മറ്റു സിനിമകൾ ചെയ്തു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പലതവണയായിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മളിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇങ്ങനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും റിജേഷും തൻസീറും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ തീവണ്ടിയാണെങ്കിലും ഗോവയാണെങ്കിലും മെക്സിക്കൻ വാർത്തയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ടൂറിയോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും പാർട്ട്ണർഷിപ്പിലാണ് മരണമാസം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഡിജോയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഏറമ്പും പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018 ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജെയ്സായിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്താണെങ്കിലും ദിവാകർമണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളുള്ള, ഞാൻ അടുത്തായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമകളിലൊന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ നമ്മൾ ആക്ടിങ് തുടങ്ങിയതിന് ശേഷം ചാൻസ് വയ്ക്കാൻ മടിയാണ്. കാരണം ഞാനൊരു ഡയറക്ടർ ആയിരുന്നുകൊണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടം കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാത്തത്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത പറഞ്ഞു വിളിച്ചിട്ട് അടുത്ത പടത്തിൽ ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്ക് തോന്നുന്നു പടത്തിന് ഒരുവിധം പ്രാധാന്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പടത്തിന് അപ്രാധാന്യം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ഇത്തരം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലുമാലയ്ക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടോവിനോയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ ഞാൻ ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. പ്രതിഭാതനായ റൈറ്ററാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചത്, എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയ ഒരു സിനിമയാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ വിജയമാവട്ടെ. നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. Thank you so much, sir. It's always lovely listening to you. And now, I'm very questions to listen. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്തയാള് ഞാനാണ്. അപ്പം വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു
ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവർ ചെയ്യാനായിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല, സുരേഷ് ഏട്ടൻ്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഇത് ബേസിക് ആയിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും, എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം, അതായത് ജാതിമത ഭേദമന്യാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ, അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടുകൂടി അതിൻ്റെ ഡയറക്ടറോടൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2024 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റു ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോഴാണ് ഈ ഓവർസീസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് നൗഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൗഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇവരുടെ ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാലോ, ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്കറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഒത്തിരിയാണ്. പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോഴാണ് കോടിക്കണക്കിന് ഇതിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു 3-4 സിനിമകൾ ഈവൻ കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടിട്ട് പക്ഷെ ഞാൻ പറയുകയാണ്, വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടൊവിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അധികം സമയം എടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാടല്ലാത്തതുകൊണ്ടിട്ട് അതിനുള്ള അനുമതി കിട്ടത്തില്ല. താങ്ക് യു സോ മച്ച്. Thank you so much. Of course, definitely interesting. And ഡിജോന്റെ വാക്കുകളിൽ ഡിജോന്റെ मेरा नाम राफेल है. मैं भी एक फिल्म पहले प्रोड्यूस किया था, आमी कमला सुरैया का बजट स्टोरी. ഇത് നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. अच्छा तो ये बहुत अच्छा फिल्म बना, बहुत अच्छा एक्टर है. अभी ये भी बहुत बढ़िया फिल्म आएगा. ओके, और बाकी ये मेरे दोस्त है, ये भी मेरा दोस्त है, ये आप दोस्त बनेगा बस. ओके, ഒരുപാട് ഞാൻ ഏകദേശം 2018 കൊച്ചു പടവുമായിട്ട് ഡിജോ മുന്നോട്ട് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞൊരു വലിയ പടം എൻ്റെ ഇതിലുണ്ട്.
എന്നെ കണ്ടപ്പോൾ അത്രയും വലിയ പടം എടുക്കാൻ പറ്റുന്ന ആളെ ഡിജോ അറിയില്ല. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്നാണ് പേര്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ അവർക്ക് പ്രത്യേകം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് നന്ദി പറയുകയാണ്. അവര് ഒട്ടനവധി സിനിമകൾ ബാക്ക് ചെയ്തവരാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ടൊവിനോ ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല. എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഞങ്ങളുടെ 2022 ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ കഥ കേട്ടപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഹെലികോപ്റ്ററിന്റെ സത്യാവസ്ഥ. അപ്പൊ പറഞ്ഞു അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡന്റ് റോയ് അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത്. അത് വെറുതെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടന്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടൊവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമാണ്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ചേർത്ത് പിടിച്ചാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം. പിക്ചർ അഭി ബാക്കി ഹെ. നമ്മുടെ റാഫേലേട്ടൻ പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ, തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ അത് റാഫേലേട്ടനാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് റാഫേലേട്ടൻ ഒരു ഷാറുഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ കൂടെ പേരിൽ ലിസ്റ്റിൽ ചീഫിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഡിജോയുടെ കൂടെ 4ാമത്തെ സിനിമയാണ്. ക്വീൻ എന്ന് പറയുന്ന സിനിമ തൊട്ട് ഡിജോയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്കറിയാം ഡിജോ ഒരു പടത്തിലെടുക്കുന്ന എഫേർട്ട്, അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അവന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഇതിന് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2018 തൊട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീത്തും ഡിജോയും കൂടെ ഒരു മുറിയൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇത്തവണ ഒരു കാരണവശാലും മിസ്സാവില്ല എന്നുള്ള രീതിയിലാണ് സീൻ ബൈ സീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ വന്ന സ്ട്രക്ചറിൽ. ഇനി സുരേഷ് ഏട്ടൻ കൂടെ ഒരു വർഷം ഇരിക്കണം. ഞാനിത് പഠിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഡിജോയുടെ കൂടെ ചെറുതായിട്ട് എന്താ പറയാ അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിലവന് ഒരു ഫ്രീഡം തരുന്നുണ്ട്. പിന്നെ ടൊവിയും ഞാനും ഇപ്പൊ ഞങ്ങളെ അടുപ്പിച്ച് കുറെ സിനിമകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് മാസ് തുടങ്ങിയ ആൾക്കാർ. കൽക്കി എന്ന സിനിമയിലാണ് ഞാനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിന്റെ തീം ടൊവി എന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് കൽക്കിയിലെ തീം. അത് കഴിഞ്ഞിട്ട് ടൊവിയുടെ കൂടെ ഒരു മാസ് സിനിമ പിന്നെയും ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു പ്രിപ്പറേഷനും ഉണ്ട്. സിനിമ നല്ലൊരു പ്രണയം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ടൊവിയുടെ. അതിന്റെ സെറ്റിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് അതുപോലെ എടുക്കാൻ പറ്റട്ടെ. ഒരു കാരണവശാലും മിസ്സാകത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെ മുമ്പോട്ട് പോകും. താങ്ക് യു. ആദ്യത്തെ പടമാണ്. ഡിജോടൊപ്പം 3ാമത്തെ. സ്ക്രിപ്റ്റ് ലെവലിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ചേട്ടാ മൊബൈൽ കാത്തോ?